കത്തോലിക്കാ സഭയ്ക്ക് ഒത്തിരി ക്ഷതങ്ങളും ചതവുകളെല്ലാം ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഓരോ തരത്തിൽ ദൈവം ആ സമയത്ത് തൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് സഭയെ ഉണർത്തിക്കൊണ്ടിരുന്നു. ഒരു കാതലായ രീതിയിൽ ദൈവം ഇടപെട്ടത് ഫ്രാൻസിസ് അസീസി എന്ന് പറയുന്ന മനുഷ്യനിലൂടെയാണ്. അസീസിയോട് കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പ്രാർത്ഥിച്ച നേരത്ത് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഫ്രാൻസിസെ, എൻ്റെ സഭ മുഴുവൻ തകർന്നു കിടക്കുകയാണ്. നീ അതിനെ പുതുക്കിപ്പണിയണം. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മളോട് എല്ലാവരോടും കുരിശിൽ കിടന്നുകൊണ്ട് കർത്താവ് പറയുന്ന വചനം അതുതന്നെയാണെന്നാണ്. ബൈബിളിൽ ഇല്ലാത്തൊരു വചനമാണ് യേശുവിൻ്റെ. അത് ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട കാര്യമാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ലോകത്തിൽ പല രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കാനിടയായിട്ടുണ്ട്. അപ്പോൾ ഈശോ പറഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്പിൽ പോയി അവിടെയുള്ള ക്രിസ്തീയ സഭകളെ കാണുമ്പോൾ ഈശോ ഈ പറഞ്ഞ കാര്യം കുറേ കൂടെ നമ്മുടെ ഇവിടുത്തെ കാര്യം കൂടുതൽ മെച്ചമായിട്ടല്ല എങ്കിലും യൂറോപ്പിലെ കാര്യങ്ങൾ കാണുമ്പോൾ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മളെ ഓരോരുത്തരും നോക്കി പേര് വിളിച്ച് പറയുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാളുടെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും ദുഃഖമുള്ള കാര്യം, ഐ എം എ വർത്ത്ലെസ് പേഴ്സൺ, ഞാനൊരു ഉപകാരമില്ലാത്ത മനുഷ്യൻ. അതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം ഒരാൾക്ക് ജീവിച്ചിരിക്കുമ്പോൾ. അയാൾക്ക് ചിരിക്കാനേ പറ്റുകയില്ല. ഐ എം എ യൂസ്ലെസ് പേഴ്സൺ. പക്ഷേ യേശുക്രിസ്തു അതെല്ലാം മറിച്ചിരിക്കുന്നു. ഏത് ചെറിയവന് പോലും ദൈവത്തിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ കരങ്ങളിൽ യൂസ്ഫുൾ ആവാനായിട്ട്, ഉപകാരമുള്ള ഒരു ഉപകരണമായി തീരാനായിട്ട് പറ്റുന്നു. കോട്ടയ ആശ്രമത്തിൽ വലിയ ജനങ്ങളെല്ലാം ഒഴുകിയ കാലഘട്ടത്തിൽ ആ വഴിക്ക് പോണ സമയത്ത് ഒത്തിരി യാചകന്മാർ വഴിക്ക് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഭക്തി നിറഞ്ഞ ഒരു സ്ത്രീ ഒരു യാചകനോട് ചോദിച്ചു, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഈശ്വരൻ എന്ന് വിളിക്കുന്ന ഒരു യാചകനോട് ചോദിച്ചു, നീ എന്താ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പാത്രം കിലുക്കിക്കൊണ്ടിരിക്കുന്നേ? ഓ അമ്മ, 20 വർഷമായി വയറ്റുവലി, അതിനെ നീ ഇവിടെ ഇരുന്ന് വയറ്റുവലി വെച്ചോട്ട് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ല, ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നിനക്ക് സൗഖ്യം കിട്ടില്ല എന്ന് ചോദിച്ചു. അങ്ങനെ ഈശ്വരൻ കോട്ടയാശ്രമത്തിലെ പ്രാർത്ഥന നടക്കുന്ന ആ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു. ഇവിടെ ഡോക്ടർമാരെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് അവൻ നോക്കി. കാരണം ഡോക്ടർ മൂലമല്ലാതെ ഒരു സൗഖ്യത്തെപ്പറ്റി അവന് ചിന്തിക്കാനേ പറ്റുകയില്ല. ഇപ്പോഴാണ് അവിടെ സൗജന്യ ഭക്ഷണം കൊടുക്കുന്നത്. എന്തോ ഒരു വലിയ സൗജന്യമൊന്നുമില്ല, 4 കഷ്ണം റൊട്ടി, 1 ഗ്ലാസ് ചൂടുവെള്ളം, അതാണ് സൗജന്യം. അത് വാഴ്ത്തി പ്രാർത്ഥിച്ച് ഈ മനുഷ്യൻ കഴിച്ചപ്പോൾ തന്നെ 20 വർഷം ഉണ്ടായിരുന്ന വയറ്റുവേദന അങ്ങ് സുഖപ്പെട്ടു. പുറപ്പാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 25-ാം വചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ആരാധിക്കുമ്പോൾ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ഞാൻ ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിൽ പോലും ഉണ്ടാവുകയില്ല, നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും. അങ്ങനെ വെഞ്ചിരിച്ചു കൊടുത്ത 4 കഷ്ണം റൊട്ടി കഴിച്ച് ഈശ്വരൻ്റെ വയറ്റുവേദന പൂർണ്ണമായി മാറി. പിന്നെ ഒരിക്കലും ഈശ്വരൻ തെണ്ടാൻ പോയിട്ടില്ല. പേര് തന്നെ തെണ്ടാൻ പറ്റിയ പേരല്ല. ദൈവം അവനെ ഒരു സുവിശേഷകനായി ഉയർത്തി ഇന്നും തമിഴ് സെക്ഷനിലെല്ലാം വന്ന് സാക്ഷ്യം പറഞ്ഞ് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ യേശുക്രിസ്തു അവന് തല ഉയർത്തി പിടിക്കുവാനുള്ള ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നു. പാത്രം ആരുടെയും മുമ്പിൽ നീട്ടേണ്ട ഗതികേട് വരുത്തിയില്ല. നമുക്ക് കർത്താവ് ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്, എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് ഞാനത് ചെയ്തു തരും, പിതാവ് മഹത്വപ്പെടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഈ ഭൂമിയുടെ കോണിലിരിക്കുന്ന ഒരു ചെറിയ മനുഷ്യനായി ഞാൻ പറഞ്ഞിട്ട് ചില കാര്യങ്ങളെല്ലാം സ്വർഗത്തിലെ ദൈവം ചെയ്യുകയാണെങ്കിൽ ഞാൻ ആരാ? അങ്ങനെ യേശുക്രിസ്തു നമുക്ക് തലയുയർത്തി പിടിക്കുവാനുള്ള ഒരു വരം നൽകിയിരിക്കുന്നു.
പക്ഷെ ഒരു കാര്യം, ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒന്നിനും ബദലില്ല. കാരണം അതിനെപ്പറ്റി യോഹന്നാന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നിങ്ങളെന്തെങ്കിലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം അത് ചെയ്തു തരും എന്നുള്ളതാണ് അവനുള്ള നമ്മുടെ പ്രത്യാശ. എന്താണ് ഈ ദൈവത്തിൻ്റെ ഇഷ്ടം? പല സൈസ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളുണ്ട്. ചില ഇഷ്ടങ്ങൾ എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തിൻ്റെ നിയമാവർത്തന പുസ്തകത്തിൽ 29-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, രഹസ്യങ്ങൾ നമ്മുടെ ദൈവമായ കർത്താവിൻ്റേത് മാത്രമാകുന്നു, എന്നാൽ വെളിപ്പെടുത്തപ്പെട്ടവ എന്നേക്കും നമുക്കും നമ്മുടെ സന്തതികൾക്കും വേണ്ടിയുള്ളവയാണ്. അപ്പം ചില രഹസ്യങ്ങൾ ദൈവത്തിൻ്റെ ഉള്ളിലിരിക്കുകയാണ്, അത് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ അവിടെ നിന്ന് ചില കാര്യങ്ങളെല്ലാം ഈ ബൈബിളിലൂടെ വെളിവാക്കിയിരിക്കുന്നു. ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം എന്ന് തെസ്സലോനിക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവം പറയുന്നുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് പറഞ്ഞിരിക്കും. ഇതാണ് ദൈവഹിതം. എന്താണ്? നിങ്ങളുടെ വിശുദ്ധീകരണം. അപ്പം അതുകൊണ്ട് ആ ലെവലിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിതാവ് അത് ചെയ്തു തരും. ഒരു കുടിയനും പറയാൻ പറ്റുകയില്ല ഞാനിങ്ങനെ ബലഹീനത മൂലം കുടിച്ചു കിടക്കുകയാണ് എന്ന്. അതുകൊണ്ട് അവൻ ഈ അനുഗ്രഹം ഉപയോഗപ്പെടുത്തുന്നില്ല. എൻ്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പിതാവ് അത് ചെയ്തു തരും. അതുകൊണ്ട് ആർക്കും ഒഴുകഴിവില്ല എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക, എപ്പോഴും പ്രാർത്ഥനയുള്ളവരായിരിക്കുക, എല്ലാ കാര്യങ്ങളും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ച ദൈവഹിതം എന്ന് പറയുന്നുണ്ട്. ജീവിതത്തിൽ ഒരു തകർച്ച, ഒരു വിഷമം, ഒരു സങ്കടം ഒരു കുടുംബത്തിൽ ഉണ്ടാകുമ്പോൾ അത് മാറ്റിത്തരാൻ വേണ്ടി എല്ലാവരും കമന്ന് കടന്ന് പ്രാർത്ഥനയാണ്. എന്നാൽ ദൈവം അത് അനുവദിച്ചതാണ്. നിൻ്റെ അഹങ്കാരം ഉടഞ്ഞു താഴേക്ക് വീഴാൻ, നീ ദൈവത്തിൽ സമ്പൂർണ്ണമായി ശരണപ്പെടുവാൻ, ഈ ലോകത്തുള്ള നിൻ്റെ മോഹങ്ങളുടെ വേരുകൾ അറുത്തു നീക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ച് നൽകിയ സഹനമാണെന്ന് ആരും ചിന്തിക്കാറേ ഇല്ല. അങ്ങനെ ഒരു പരിപാടി ഉണ്ട് ദൈവത്തിന്. ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുന്നവരെ ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും പല സഹനങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അത് അത്ര സുഖകരമായ കാര്യമല്ല. ആ സഹനങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വിശ്വാസത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ, അതാണ് ദൈവം പൂർവ്വ യോസേപ്പിനെ പഠിപ്പിച്ചത്. പൂർവ്വ യോസേപ്പ് വീട്ടുകട മെടുക്കനായിട്ട് നിലക്കടല വറുത്തതും കഴിച്ച് അപ്പൻ്റെ കൂടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടന്നവനാണ്. പെട്ടെന്നാണ് കാര്യങ്ങളെല്ലാം തിരിഞ്ഞു മറിഞ്ഞത്. സ്വന്തം സഹോദരന്മാരെതിരായി അവർ പിടിച്ച് കിണറ്റിലിട്ടു, പിന്നെ വിറ്റു. അവിടെ ചെന്നിട്ട് ഈജിപ്ത് ചെന്നിട്ടും കാര്യങ്ങൾ ശരിയാവുന്നില്ല. തെറ്റ് ചെയ്യാത്തതിന് കൂട്ടു നിൽക്കാത്തതിൻ്റെ പേരിൽ അവൻ ജയിലിലായി. അവൻ നിലവിളിക്കുന്ന സമയത്ത് ദൈവം അവന് ഒരു വഴി കാട്ടിക്കൊടുത്തു. എന്തു വഴിയാണെന്നറിയാമോ? നിൻ്റെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ അങ്ങ് സ്തുതിച്ചേക്കുക എന്ന്. 81-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ നമ്മളത് കാണുന്നുണ്ട്. അത് പുറപ്പാട് പുസ്തകത്തിൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാത്ത കാര്യമാണ്. സങ്കീർത്തനത്തിൽ ദൈവ പരിശുദ്ധാത്മാവ് അഡീഷണലായിട്ട് ചേർത്തിരിക്കുകയാണ്. നിൻ്റെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ അങ്ങ് സ്തുതിച്ചേക്കുക. കാരണം ദൈവം നിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ റോട്ടിക്കടെ പോകുമ്പോൾ കാണും മെൻ അറ്റ് വർക്ക്, ആളുകൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സൂക്ഷിക്കണമെന്ന്. അതുപോലെ തന്നെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മിൽ. എന്താണ് പ്രേക്ഷിത വേല? അക്കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്തുന്നില്ല എങ്കിൽ നമ്മൾ ഈ ഞായറാഴ്ച ഇവിടെ നിന്ന് കൂടിയിട്ട് കാര്യമില്ല. ഞാൻ 10 വർഷം അച്ഛനാവാൻ പഠിച്ചിട്ട് പ്രേക്ഷിത വേല എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടായിരുന്നു. ഞാൻ വിചാരിച്ച എങ്ങോ ചെറിയ ആൾക്കാരെല്ലാം വടക്കേണ്ടിയിലൊക്കെ പോയി അതൊക്കെ കാട്ടിക്കൂട്ടുന്ന പരിപാടിയാണ്. അതാണ് പ്രേക്ഷിത വേല. എൻ്റെ വീടിൻ്റെ അടുത്തൊരു ഏലിയാമ്മ മടത്തി ചേർന്നു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഏലിയാമ്മ മിഷന് പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്നവർക്കൊരു മിഷനും ഇല്ല, ഏലിയാമ്മയ്ക്ക് മാത്രം മിഷൻ. യേശു പറഞ്ഞു സാത്താനൊരു രാജ്യമുണ്ടെന്ന് ഈശോ പറഞ്ഞു. സാത്താനെതിരെ ബഹിഷ്കരിച്ച് പുറത്താക്കി കളഞ്ഞാൽ അവൻ്റെ രാജ്യം അങ്ങനെ നിലനിൽക്കും. അന്തഛിദ്രമുള്ള കുടുംബവും അന്തഛിദ്രമുള്ള രാജ്യവും നശിച്ചു പോകും. അതുപോലെ സാത്താനെതിരായിട്ട് പോരാടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് ശരിയാവുന്നത്? അതുകൊണ്ട് അതുണ്ടാവാൻ പോകുന്നില്ല. ദൈവരാജ്യത്തെപ്പറ്റി ഈശോ പറഞ്ഞു.
ഇപ്പം 2 രാജ്യങ്ങളെപ്പറ്റി കർത്താവ് ബൈബിളിൽ സൂചന നൽകുന്നുണ്ട്. ദൈവത്തിൻ്റെ രാജ്യവും സാത്താൻ്റെ രാജ്യവും. ക്രിസ്തുവുമായി അനുരഞ്ജനപ്പെട്ടവരെ പറ്റി എഫേസൂസ് 2:19 പറയുന്നുണ്ട്, നിങ്ങൾ ഇനിമേൽ ദൈവത്തിന് അന്യരോ പരദേശികളോ അല്ല, നിങ്ങൾ ക്രിസ്തുവിൻ്റെ വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. ക്രിസ്തുവുമായി ഐക്യപ്പെട്ടവരുടെ സ്റ്റാറ്റസ് എന്താണെന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിന് അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അത് ക്രിസ്തുവുമായി ഐക്യപ്പെടാത്തവരാണ്. ക്രിസ്തുവുമായി ഐക്യപ്പെടാത്തവർ പിന്നെ എവിടെയാണ് ഇരിക്കുന്നത്? അവരിയ്ക്കുന്നത് അന്ധകാരത്തിലും മരണത്തിൻ്റെ തണലിൽ, മരണത്തിൻ്റെ നിഴലിൽ വരുന്ന ജനം ഒരു പ്രകാശം കണ്ടു. അവർ അന്ധകാരത്തിലാണ് ഇരിക്കുന്നത്, മരണത്തിൻ്റെ നിഴലിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സാത്താൻ്റെ രാജ്യത്തിലെ കത്തോലിക്കാ സഭയിൽ ഇന്ന് ഞാൻ കണ്ടതനുസരിച്ച് എൻ്റെ എസ്റ്റിമേറ്റ് ചിലപ്പോൾ തെറ്റിപ്പോയെന്ന് വന്നേക്കാം, പക്ഷേ ഏകദേശം എസ്റ്റിമേറ്റ് അനുസരിച്ച് ഒരു 90% പേര് ഇരിക്കുന്നത് ചെകുത്താൻ്റെ രാജ്യത്തിലാണ്. അപ്പോൾ ശത്രുവിനെതിരെ പ്രാർത്ഥിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ശത്രുവിന് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈ തവള എന്തോരം വെള്ളം വന്നാലും മുകളിൽ നിൽക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ മുകളിൽ നിൽക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് പറയാൻ പറ്റുന്നത് തന്നെ. ഏതെങ്കിലും രീതിയിൽ വെറുപ്പ് എൻ്റെ ഉള്ളിൽ കയറ്റി എന്നെ ഏതെങ്കിലും രീതിയിൽ അടിമയാക്കാൻ വേണ്ടി സാത്താൻ ആ ലെവലിൽ ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ പാമ്പ് കടിച്ചാവാൻ വേണ്ടി നാട്ടിലെ വലിയ പാമ്പ് കടിക്കുന്നത് ചെറിയ പാമ്പ് കടിച്ചാലും ചത്തുപോകും. അതുകൊണ്ട് ചെറിയ വെറുപ്പ് വെച്ച് പുറത്തിയാലും നീ സാത്താൻ്റെ അടിമയായിത്തീരുന്നു. സാത്താന് നിങ്ങൾ അവസരം കൊടുത്തിരിക്കുന്നു. നീ മദ്യം കുടിച്ച് ഉന്മത്തനാകരുത്, അതിൻ്റെ ഉള്ളിൽ ദുരാസക്തിയുണ്ട്. ദുരാസക്തി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവൊന്നുമല്ല, അത് ശരി ദുരാത്മാവ് തന്നെയാണ്. അത് പിന്നെ പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല, അനുഭവത്തിലൂടെയല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയുന്നത്. അങ്ങനെ ഭൂരിപക്ഷം കത്തോലിക്കരും ക്രിസ്മസ് ദിവസം കർത്താവിനെ അപമാനിച്ചുകൊണ്ട് മദ്യം കുടിച്ച് കർത്താവിനെ ദുരാസക്തിയെ വലിച്ചു കയറ്റുന്നു. ആ ചേട്ടൻ അങ്ങനെ എപ്പോഴെപ്പോഴും കുടിക്കൊന്നുമില്ല. ക്രിസ്മസിന് വിശേഷ ദിവസങ്ങളും പിന്നെ ദുഃഖവെള്ളിയാഴ്ച പിന്നെ അമ്മ മരിക്കുമ്പോഴും അങ്ങനെ ഓരോരോ വിഷമം ഉണ്ടാവുന്ന സമയത്തെല്ലാം മാത്രമേ കുടിക്കുകയുള്ളൂ. ആ ദിവസങ്ങളിലെ പിശാച് വലിച്ചു കയറ്റുള്ളൂ എന്നർത്ഥം. ഇത് ഞാൻ എഴുതി വച്ചിരിക്കുന്നതല്ല, ഇത് എനിക്ക് നിങ്ങളോട് പല കാര്യവും പറയാനുണ്ട്. പറഞ്ഞു പൂർത്തിയാക്കാൻ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുകയില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ എല്ലാ കാര്യവും പഠിപ്പിക്കും. ഇത് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. മദ്യം കുടിച്ച് ഉന്മത്തനാകരുത്, അതിൻ്റെ ഉള്ളിൽ ദുരാസക്തിയുണ്ട്. ആർക്കെങ്കിലും ദുരാസക്തി കാണുന്ന ഇങ്ങോട്ട് നോക്കിയുള്ള ഈ ഷേപ്പിലിരിക്കും. അപ്പം അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ദുരാസക്തിയുണ്ട്. നല്ലൊരു ശതമാനം കത്തോലിക്കരും ഈ ദുരാസക്തിയെ വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. പൗലോസ്ലീഹ വയറ്റുവേദന മാറാൻ വേണ്ടി തിമോഥെയോസിന് അല്പം വീഞ്ഞ് കുടിച്ചോളാൻ പറഞ്ഞു. തിമോഥെയോസ് കുടിച്ചില്ല. കാരണം ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ആവശ്യമില്ല. അന്ന് മരുന്നില്ലാത്ത സമയത്ത് മരുന്നായിട്ട് അല്പം വീഞ്ഞ് ഉപയോഗിക്കാനാണ് പറഞ്ഞത്, എന്നിട്ട് പോലും ഉപയോഗിച്ചില്ലെന്നാണ് പറയുന്നത്. അദ്ദേഹം ആ വയറ്റുവേദന സഹിച്ചു മുന്നോട്ട് പോയി. വലിയ സുവിശേഷകനായ പൗലോസ്ലീഹ പോലും തിമോഥെയോസിൻ്റെ വയറ്റുവേദന മാറ്റാനായിട്ട് പറ്റിയില്ല. ഇപ്പോൾ ചില രോഗങ്ങളെല്ലാം ചിലപ്പോൾ മാറിയെന്ന് വരില്ല എന്നാണ് അതിൻ്റെ സൂചന. എതിർക്കുന്നവരെ അവൻ സൗമ്യതയോടെ തിരുത്തണം. സത്യത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിലേക്ക് വരാൻ ഉതകുന്ന അനുതാപം ദൈവം അവർക്ക് നൽകിയെന്ന് വരാം. പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും, ഈ വചനം ശ്രദ്ധിക്കണം കേട്ടോ, പിശാച് തൻ്റെ ഇഷ്ടനിർവഹണത്തിന് വേണ്ടി അവരെ അടിമകളാക്കിയിട്ടുണ്ടെങ്കിലും അവർ സുബോധം വീണ്ടെടുത്ത് ആ കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം. ധൂർത്തപുത്രനെ പറ്റി പറയുന്നത് അവന് സുബോധം വന്നു എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് ചെകുത്താൻ്റെ കെണിയിൽപ്പെട്ടിരിക്കുന്നവരെല്ലാം സുബോധം നഷ്ടപ്പെട്ടു പോയവരാണ്. അതിൽ സത്യത്തിൻ്റെ പൂർണ്ണ ബോധ്യതയിലേക്ക് വരാൻ ആവശ്യമായ അനുതാപം ദൈവം അവർക്ക് കൊടുത്തേക്കാം. സാത്താനെതിരായിട്ട് പടയോട്ടത്തിൽ രണ്ടേ രണ്ട് ആയുധങ്ങളാണ് കർത്താവ് യേശു മിശിഹാ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. സാത്താനെതിരായ പടയോട്ടത്തിൽ സ്ലീഹന്മാരെ കർത്താവ് പരിശീലിപ്പിച്ചു. അവർക്ക് അധികാരങ്ങൾ കൊടുത്തു. പിശാചിന് ബഹിഷ്കരിക്കാൻ പോലും വരം കൊടുത്തു. ഒരു തവണ മാത്രം സ്ലീഹന്മാർ പിശാചിന് ബഹിഷ്കരിച്ച് പിശാച് പുറത്തേക്ക് പോയില്ല. ഞങ്ങളൊക്കെ ചിലപ്പോൾ പിശാചിന് ബഹിഷ്കരിക്കാൻ 3-4 മണിക്കൂർ എടുത്തിട്ടുണ്ട്. കാരണം പിശാചിന് അവസരം കൊടുത്തിരിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ ആ അവസരം
ആ കുടുംബത്തിൽ നിന്ന്, വ്യക്തിയിൽ നിന്ന് നിഷേധിക്കാതെ പിശാച് പുറത്തേക്ക് പോവുകയില്ല. കാരണം അവൻ പറഞ്ഞിരിക്കുകയാണ്, ഐ ഹാവ് റൈറ്റ് ഓവർ ദിസ് പേഴ്സൺ. സ്ലീഹന്മാർക്ക് ഒരു പ്രാവശ്യം പിശാചിനെ ബഹിഷ്കരിച്ചിട്ട് ഈശോമിശിഹാ കൂട്ടത്തിലുണ്ടായിട്ടും പിശാച് പുറത്തേക്ക് പോയില്ല. അപ്പോൾ പിശാച് ബാധിച്ച അപ്പനും പിശാച് ബാധിതനും യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ ഈശോ പിശാചിനെ ബഹിഷ്കരിച്ചു. അപ്പോൾ അവർ ചോദിച്ചു, ഇത്രയും നാൾ ഞങ്ങൾ ബഹിഷ്കരിച്ചിട്ട് പോയിക്കൊണ്ടിരുന്ന ഇപ്പം എൻ്റെ പാകത്തേന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, വയറ് നിറച്ച് ശാപ്പാട് അടിച്ച് ഏമ്പക്കം വിട്ടുകൊണ്ട് പിശാചിന് പോകാൻ പറഞ്ഞ് പോയിന്ന് വരില്ല, ഉപവാസം കൂടി ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. പ്രാർത്ഥന മാത്രം പോരാ, പിന്നെ എന്തും കൂടെ ഒരു ആവശ്യമുണ്ട്. ഉപവാസവും പ്രാർത്ഥനയും കൂടാതെ ഈ കൂട്ടർ പുറത്തേക്ക് പോവുകയില്ല എന്ന് കർത്താവ് ഈശോമിശിഹാ കൃത്യമായി പറഞ്ഞിരിക്കുക. സ്ലീഹന്മാർ പ്രാർത്ഥിച്ചതാണ്, പുറത്തു പോയില്ല. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് വേണ്ടത് ഉപവാസമാണ്. അക്കാര്യം അവരെ ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് കർത്താവ് ഉപവാസം കൂടി വേണം എന്ന് പറഞ്ഞു. ഈശോ 40 നാൾ ഉപവസിച്ചു, മോശ 40 നാൾ ഉപവസിച്ചു. ഈശോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഉപവസിക്കുമ്പോൾ, അതായത് ക്രിസ്ത്യാനികൾ അവരുടെ ജീവിത ശൈലിയായി ഉപവാസം കൂടി തിരഞ്ഞെടുക്കണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാർക്ക് ഉപദേശം കൊടുത്തപ്പോൾ ഈശോ പറഞ്ഞത്, നിങ്ങൾ ഉപവസിക്കുകയാണെങ്കിൽ എന്നല്ല, പിന്നെന്താണ്, ഉപവാസം നിങ്ങളുടെ ജീവിത ശൈലിയായി തീരണം. കാരണം നമ്മുടെ പടയോട്ടം മാംസത്തിനും രക്തത്തിനുമെതിരെ അല്ല, ദുഷ്ടശക്തികൾക്കെതിരായിട്ടാണ്. അവിടെ ഓരോ ദയയും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് സുവിശേഷ വേല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഞാൻ അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങൾ അവിടെയുള്ളവൾ, അവൾ എൻ്റെ കൂടെ ഒരാഴ്ച ധ്യാനം കൂടാൻ വേണ്ടി വന്നു. അച്ഛൻ്റെ പെങ്ങളായതുകൊണ്ട് ഒരു വലിയ 4000 സ്ക്വയർ ഫീറ്റിലെ വീട്ടിൽ അവളെ താമസിക്കാനായിട്ട് സംഘാടകർ അനുവദിച്ചു. ആകപ്പാടെ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിരിക്കുന്നു. അവൾ നോക്കി കഴിഞ്ഞപ്പോൾ ഈ സുവിശേഷ വേല തരക്കേടില്ലെന്ന് തോന്നി. എന്ത് രസമാണ്. ഞാനും നേഴ്സിംഗ് ജോലി രാജിവെച്ച് എൻ്റെ കൂടെ കൂടട്ടെ എന്ന് ചോദിച്ചു. കാരണം ഭയങ്കര രസമുള്ള കാര്യമാണെന്ന് അവൾക്ക് തോന്നി. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് കുറേ രസങ്ങൾ കിടപ്പുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ ഒരു കാര്യം, ഇത് നിൻ്റെ കൈ പൊള്ളുന്ന പരിപാടിയാണ്. കാരണം നിൻ്റെ അപ്പുറം നിൽക്കുന്ന ശത്രു അത്ര നല്ലവനല്ല. ഇത് പിശാചിനെതിരായിട്ട് പടയോട്ടമാണ്. ആരെങ്കിലും അതറിയാതെ കയറിക്കഴിഞ്ഞാൽ ഈ പടയോട്ടത്തിൽ മുറിവേറ്റ് ചതവേറ്റ് നീ ചതഞ്ഞു പോകും. അപ്പം അതുകൊണ്ട് ഇതിൻ്റെ അത് കയറിക്കഴിഞ്ഞാൽ പിന്നെ പുറകോട്ട് പോകാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ യുദ്ധം മാതിരിയാണ്. ഇത് കയറിയിട്ട് പിൻവലിഞ്ഞു പോയി കഴിഞ്ഞാൽ നീ തിരസ്കൃതനായിത്തീരും. യേശു പറഞ്ഞില്ലേ, വിളിക്കപ്പെട്ടവർ അനേകരും, പിന്നെയോ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഒത്തിരി പേര് ദൈവം ഇനി വിളിച്ചെന്ന് വന്നേക്കാം. പക്ഷേ ഈ പടയോട്ടത്തിൽ പരിക്കേറ്റ് കഴിയുമ്പോൾ നീ യുദ്ധം അവസാനിപ്പിച്ച് പിൻവാങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെ പിൻവാങ്ങിയിരിക്കുന്നവരിവിടെ കണ്ടേക്കാം. അപ്പം അതുകൊണ്ട് ഇത് തമാശ കളിയല്ല, ഇത് ദുഷ്ടപിശാചിനോടുള്ള പോരാട്ടമാണ്. അപ്പം അതുകൊണ്ടെന്താ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് നീ ദൈവത്തിൻ്റെ വല്ല ആയുധം എന്നല്ല, എല്ലാ ആയുധവും ധരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ എല്ലാ ആയുധങ്ങളിൽ ഈശോമിശിഹാ കൃത്യമായി പറഞ്ഞിരിക്കുന്നതാണ്, പ്രാർത്ഥനയും ഉപവാസവും കൂടാതെ ഈ കൂട്ടർ പുറത്തേക്ക് പോവുകയില്ല എന്ന്. യൂറോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ മജിഗോറിയ ഫാസ്റ്റ് മാതാവ് പഠിപ്പിച്ചിട്ടുണ്ട്. യൂറോപ്യൻകാർ ശാപ്പാടിന് ഇഷ്ടമുള്ള ആൾക്കാരായതുകൊണ്ട് കംപ്ലീറ്റ് ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. മാതാവ് അത് മനസ്സിലാക്കി എന്താ പറഞ്ഞതെന്നറിയാവോ? നിങ്ങൾ 2 കഷ്ണം റൊട്ടി കഴിച്ചോളുക, വെള്ളവും കുടിച്ചോളുക. അങ്ങനെ റൊട്ടി മാത്രം കഴിച്ചുകൊണ്ട് ഉപവാസം, അതാണ് മജിഗോറിയൻ മാതാവിൻ്റെ ഉപവാസം എന്ന് പറയുന്നത്. അത് മാതാവ് മാത്രം കണ്ടുപിടിച്ച് കൊടുത്തതൊന്നുമല്ല, ബൈബിളിലുള്ളതാണ്. ദാനിയേൽ പറയുകയാണ്, ആ ദിവസങ്ങളിൽ ഞാൻ ഉപവാസത്തിലായിരുന്നു, രുചിയേറിയ ഒരു ഭക്ഷണവും ഞാൻ കഴിച്ചില്ല, വീഞ്ഞു കുടിച്ചുമില്ല. അതായത് അല്പം മാത്രം കഴിച്ചുകൊണ്ട് ദാനിയേൽ ദിവസങ്ങളോളം ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് സ്വർഗത്തെ ചലിപ്പിക്കുവാനായിട്ട് ഇടയായത്. ഒരു മാലാഖ തന്നെ സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം ഡെസ്പാച്ച് ചെയ്തു, ഗോ ആൻഡ് മീറ്റ് ദാനിയേലിനെ പോയി കണ്ട് ചില കാര്യങ്ങളെല്ലാം അറിയിക്കാൻ പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഫാസ്റ്റിംഗ് വഴി ആ പ്രാർത്ഥന കേട്ട് ഒരു ദൂതനെ തന്നെ സ്വർഗത്തിൽ നയിക്കാൻ പിതാവായ ദൈവം തിരുമനസ്സായി എങ്കിൽ ഇന്നും അത് സാധ്യമാണ്. അപ്പം അതുകൊണ്ട് ഓരോരുത്തരുടെയും ആരോഗ്യവും നിലയും അനുസരിച്ച് ഓരോ രീതിയിലുള്ള ഉപവാസത്തിൻ്റെ വഴികൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. നമുക്കറിയാം, എസ്തർ എന്ന് പറയുന്ന ഒരു രാജ്ഞി, യഹൂദ സ്ത്രീയാണ്, വലിയ സുന്ദരിയാണ്. അതിൻ്റെ പേരിൽ അവൾക്ക് പേർഷ്യയിലെ ചക്രവർത്തിയുടെ പത്നിയാവാൻ പറ്റി. അപ്പോഴാണ് ഒരു നിയമം വന്നത്,
യഹൂദന്മാരെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് ഒരു നിയമം വന്നു. രാജാവ് അങ്ങനെ അബദ്ധത്തിൽ അതിന് ഒപ്പുവിട്ട് കൊടുത്തു. അപ്പോൾ അവളുടെ ഏറ്റവും അടുത്ത ബന്ധു പോയി അവളോട് പറഞ്ഞു, നീയും രാജകൊട്ടാരത്തിലാണെങ്കിലും സുരക്ഷിതയാണെന്ന് പറയാൻ പറ്റുകയില്ല. നിൻ്റെ ജനത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണ്. നീ അതുകൊണ്ട് രാജാവിൻ്റെ സന്നിധിയിൽ ഈ വിവരമൊന്ന് അറിയിച്ച് ജനത്തെ രക്ഷിക്കാൻ ഇടപെടണം. അപ്പോൾ അവൾ പറഞ്ഞു, എല്ലാവരും 3 ദിവസം ഉപവസിക്കണം. ഞാനും ഉപവസിക്കാൻ പോവുകയാണ്, ഒന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. അതാണ് എസ്തേർ ഫാസ്റ്റിംഗ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു മരണം ഉണ്ടായിക്കഴിഞ്ഞാൽ ആരും പറയാണ്ട് തന്നെ നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനേ തോന്നുകയില്ല. പെട്ടെന്നുണ്ടാകുന്ന വലിയ ദുഃഖകരമായ മരണങ്ങൾ നമ്മുടെ ശരീരം തന്നെ റിയാക്ട് ചെയ്യും. അങ്ങനെ വളരെ ദുഃഖം ഉണ്ടായപ്പോൾ എസ്തേർ ഫാസ്റ്റ് ചെയ്തു 3 ദിവസം. 3-ാം ദിവസം അവൾ രാജാവിൻ്റെ മുമ്പിൽ പോയി. അപ്പം അതുകൊണ്ട് യേശു പറഞ്ഞു വച്ചിരിക്കുന്നതാണ്, ദൈവരാജ്യം ബലവശമാണ്, ബലം പ്രയോഗിക്കുന്നവർ. ഈ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് വലിയൊരു ബലം തന്നെയാണ്. അങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് സ്വർഗത്തെ ചലിപ്പിക്കുന്ന ഒരു കൃപ. എസ്തേർ അത് ചെയ്തു. 3 ദിവസം ഉപവസിച്ചുകൊണ്ട് സ്വർഗസിംഹാസനത്തിന് മുമ്പിൽ അവൾ പോയി നിന്നു. രാജാവിൻ്റെ മുമ്പിൽ പോയി നിന്നു. രാജാവിൻ്റെ ഹൃദയം അവൾക്ക് അനുകൂലമാക്കി ദൈവം. ഉപവസിച്ച് പ്രാർത്ഥിച്ച അവളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് രാജാവിൻ്റെ ഹൃദയം രാജ്ഞിക്ക് അനുകൂലമാക്കി. അല്ലെങ്കിൽ ആരെല്ലാം രാജസന്നിധിയിൽ അനുവാദം കൂടാതെ കാലെടുത്ത് വയ്ക്കുന്നോ, ഈ ഷുഡ് ബി കിൽഡ്, അവർ കൊല്ലപ്പെടണമെന്നുള്ളതാണ് നിയമം പേർഷ്യയിലെ. പക്ഷേ രാജാവ് പറഞ്ഞു, നിയമങ്ങളെല്ലാം പ്രജകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, എൻ്റെ രാജ്ഞിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. അദ്ദേഹം സിംഹാസനം എഴുന്നേറ്റ് നിന്നു, ചെങ്കോൽ നീട്ടിക്കൊടുത്തു. അപ്പം അതുകൊണ്ട് ഈ എസ്തേർ രാജ്ഞി ചെയ്തതുപോലെ ഉപവസിച്ച് നമ്മൾ ദൈവത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാനുള്ള വിളി നമുക്കുണ്ട്. 2 രാജ്യം, ദൈവത്തിൻ്റെ രാജ്യവും സാത്താൻ്റെ രാജ്യവും. എന്നെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് ഉന്തി ഏതെങ്കിലും രീതിയിൽ സാത്താൻ്റെ രാജ്യത്തിലാക്കാൻ വേണ്ടി സാത്താൻ രാവും പകലും ഉറക്കമില്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എൻ്റെ വാ തുറക്കരുതെന്ന് സാത്താന് വലിയ നിർബന്ധമാണ്, വായടപ്പിക്കാൻ വേണ്ടി. അപ്പം അതുകൊണ്ട് നമുക്ക് ചില ആയുധങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. എന്ത് ആയുധമാണ്? സാത്താൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധം നിൻ്റെ ഉള്ളിലെ കുറ്റബോധമാണ്. നീ സുവിശേഷ വേലയ്ക്ക് വിളി കിട്ടിയിട്ട് നീ ഇന്ന പ്രവർത്തികളെല്ലാം കാട്ടിക്കുട്ടി വൃത്തികെട്ടവനല്ലേ എന്ന് സദാ നേരം സാത്താൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഇത് ഇന്ന് തുടങ്ങിയൊന്നുമല്ല. സക്കറിയാസ് പ്രവാചകന്റെ പുസ്തകത്തിൽ ജെറുസലേമിലെ പുരോഹിതൻ, 2-ാം അധ്യായമാണെന്ന് എനിക്ക് തോന്നുന്നു, ജെറുസലേമിലെ പുരോഹിതൻ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. തൊട്ടടുത്ത് സാത്താൻ അവന് കുറ്റം ആരോപിച്ചുകൊണ്ട് നിൽക്കുന്നത് ഞാൻ കണ്ടു. ആര് കണ്ടു? സക്കറിയാ പ്രവാചകൻ കണ്ടു. ഇവൻ ഇന്ന രീതി പുരോഹിതനായിട്ട് പോലും വൃത്തികെട്ടവനാണ് എന്ന് കുറ്റം ആരോപിച്ചുകൊണ്ട് നിൽക്കും. അതാണ് കുറ്റബോധം എന്ന് പറയുന്നത്. സാത്താൻ വന്ന് ഉള്ളിൽ ഓരോരോ കാര്യങ്ങൾ കുറ്റബോധമായിട്ടിടുക. ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് നമുക്ക് ആരെങ്കിലും മരിക്കുമ്പോൾ ഇങ്ങനെ ഓരോരോ വിഷമങ്ങളെല്ലാം സാത്താൻ കൊണ്ടുവരുന്നുണ്ട്, മനസ്സിലാക്കിക്കൊള്ളുക. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, നമ്മുടെ ഭാഗത്തിന് പാളിച്ച വരാതിരിക്കട്ടെ. ഇനി പാളിച്ച വന്നാലും ശരി, യേശുക്രിസ്തുവിൻ്റെ രക്തം എല്ലാ പാപവും അനീതിയും കഴുകി നീക്കിക്കളയുന്നു. അപ്പം അതുകൊണ്ട് ആ രക്തം, അത് ബൈബിളിൽ എഴുതപ്പെട്ട വചനമാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തെറ്റോ കുറവോ ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാം കഴുകി നീക്കുന്ന ഒരു സ്വർഗീയ ദ്രാവകം സ്വർഗത്തിൽ നിന്ന് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. സുവിശേഷ വേലക്കാർക്കെതിരായി നിരന്തരമായൊരു പോരാട്ടമുണ്ട്. അത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാവീദിനെതിരായിട്ട് സാത്താൻ വന്നു. സാവൂൾ രാജാവിനെ സാത്താൻ അവൻ്റെ അഭിഷേകം ചോർത്തിക്കളയുവാൻ വന്നു. സാംസൺ എന്ന് പറയുന്ന ഒരു ന്യായാധിപൻ, അന്ന് രാജാക്കന്മാരുണ്ടായിരുന്നില്ല. ദൈവജനത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ഈ സാംസൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ജന്മം കൊടുത്ത് അവനെ വളർത്തി, അഭിഷേകത്തിൽ വളർത്തി. വീഞ്ഞോ ഒന്നും തൊട്ടുപോകരുത്, തലമുടിയൊന്നും മുറിക്കരുത്. അവൻ ദൈവജനത്തെ രക്ഷിക്കാൻ വേണ്ടി അസാമാന്യമായ ശാരീരിക കഴിവ് കൊടുക്കാൻ പോകുന്ന വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ 1000 പേരെ കൊന്നുകളയാനായിട്ട് സാംസന് വലിയ പ്രയാസം, അത്രയ്ക്ക് ശക്തിയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ ശക്തി ചോർത്തിക്കളയാൻ വേണ്ടിയിട്ട് ദൈവജനത്തിൻ്റെ ശത്രുവായ പിശാച് പതുക്കെ വ്യഭിചാരികളായ സ്ത്രീകളുമായി സാംസൺ ബന്ധം പുലർത്താൻ തുടങ്ങി. അങ്ങനെ വ്യഭിചാരികളുമായി ബന്ധം പുലർത്തി സാംസൺ ഉറങ്ങിക്കിടന്നപ്പോൾ അവൻ്റെ പരിശുദ്ധാത്മാവ് അവനെ വെടിഞ്ഞു പോയി. പക്ഷെ ഉറങ്ങിയത് എവിടെയാണ്? വേശ്യാസ്ത്രീയുടെ മടിയിലാണ് ഉറങ്ങിയത്. അപ്പോൾ പരിശുദ്ധാത്മാവ് അവനെ വെടിഞ്ഞു പോയി. നമുക്ക് ഈ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പിരിച്വൽ ഡീജനറേഷൻ, നമ്മുടെ സ്പിരിച്വലായിട്ടുള്ള താഴേക്ക് പോകുന്നത് നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ട്രാജഡി. അപ്പം അതുകൊണ്ട്
വലിയ അഭിഷേകത്തിൽ നിന്ന വൈദികരെല്ലാം അഭിഷേകം പോയത് അവർ തന്നെ അറിഞ്ഞിട്ടില്ല. ഈ കാലത്തിൻ്റെ കുത്തൊഴുക്കൽ ഇതൊക്കെയാണ് ഇന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അഭിഷേകം ചോർന്നു പോകുന്നത്, പരിശുദ്ധാത്മാവ് സാംസനെ വെടിഞ്ഞു പോയത് അവൻ പോലും അറിഞ്ഞില്ല. സാവൂൾ രാജാവിന് പരിശുദ്ധാത്മാവ് വെടിഞ്ഞു പോയത് അവൻ പോലും അറിഞ്ഞില്ല. അതാണ് ഇതിൻ്റെ ട്രാജഡി. അപ്പോൾ പണ്ടെന്ന പോലെ ഞാൻ എല്ലാ കാര്യവും വീണ്ടും ശത്രുക്കൾ വരുമ്പോൾ അവരെ സംഹരിക്കുന്ന ധാരണയിലിരുന്നു. പക്ഷേ ശത്രുക്കളുടെ കയ്യിൽ അവൻ അകപ്പെട്ടു പോയി. അവൻ്റെ കണ്ണ് രണ്ടും കുത്തിക്കളഞ്ഞു. അവനെ ഈ കുരങ്ങ് കളിപ്പിക്കുന്ന പോലെ കയറ് കെട്ടി ശത്രുക്കൾ കളിപ്പിക്കാൻ വേണ്ടി ഒന്നിച്ചു കൂടിയിരിക്കുകയാണ് വലിയൊരു സ്റ്റേഡിയം, വലിയൊരു കെട്ടിടത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ സമയത്ത് സാംസൺ ദൈവവുമായി രമ്യപ്പെട്ടു. ദൈവമേ, നിൻ്റെ ജനത്തെ രക്ഷിക്കാൻ വേണ്ടി പ്രത്യേക ഒരു അഭിഷേകം നീ എനിക്ക് നൽകി. എന്തുകൊണ്ടാണ് ഞാൻ ഇതേ രീതിയിൽ വേശ്യാസ്ത്രീകളുമായി ഇടപഴകി എൻ്റെ അഭിഷേകം ചോർത്തിക്കളഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരിക്കൽ കൂടി എന്നെ ഓർക്കണമേ. ദൈവം സാംസൻ്റെ പാപം അപ്പോൾ തന്നെ ക്ഷമിച്ചു. വീണ്ടും അവന് ശക്തി തിരിച്ചു കൊടുത്തു. അവൻ തൊട്ടടുത്തുനിന്ന് കുട്ടികളോട് ചോദിച്ചു, എവിടെയാണ് ആ തൂണ്? ഈ കെട്ടിടത്തിൻ്റെ വലിയ തൂണ് എവിടെയാണ്? അത് ചേട്ടാ അതിതാന്ന് പറഞ്ഞു. പിള്ളേരല്ലേ, കാണിച്ചു കൊടുത്തു. അങ്ങനെ നഷ്ടപ്പെട്ടു പോയ അഭിഷേകം വീണ്ടും സാംസന് തിരിച്ചു കിട്ടി. അപ്പം അതുകൊണ്ട് പഴയ നിയമത്തിൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയത് സാംസന് തിരിച്ചു കിട്ടുന്നത് കാണുന്നുണ്ട്. പുതിയ നിയമത്തിൽ വചനമനുസരിച്ച് ഒരിക്കലും നിത്യമായി നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെയാണ് ദൈവം തരാൻ പോകുന്നത്. നിത്യമായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ അതൊരിക്കലും പിൻവലിക്കപ്പെടുകയില്ല എന്ന് തിരുവചനത്തിൽ പറഞ്ഞിരിക്കുകയാണ്. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091-480-270-8098, 0091-480-270-2613. ഫാക്സ് 0091-480-270-8097. ഇമെയിൽ mail.divinetv@gmail.com. Website www.drcm.org.